ഇൻഷാ അല്ലാഹ് ഷഹനാസ്ത കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ഷഹനാസ്തക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോ പ്രശ്നങ്ങളും പലതും വ്യത്യസ്തമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റേണ്ട വിധങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും എല്ലാത്തിനും അതിൻ്റെതായ സൊല്യൂഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മാർഗം, ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു പ്രശ്നം അത് മാറേണ്ട ആ ഒരു സൊല്യൂഷൻ ഉണ്ടാകേണ്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. അവിടെ നിന്ന് വെച്ച് തന്നെയാണ്, നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് അതിൻ്റെ എല്ലാം വിധികൾ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലേ, എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഖുറാനിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മളത് വേണ്ടുന്ന വിധത്തിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഓരോ പ്രശ്നങ്ങളും മാറ്റാൻ സാധിക്കാത്തത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഓരോരാളുടെ മൈൻഡിൽ കയറി വരുന്ന ഒരു മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലിംഗ് അത് അഡ്വൈസ് ആണ്. അതായത് ഉപദേശിക്കുക, അടിച്ചേൽപ്പിക്കുക, നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയാണ്. ശരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ കൗൺസിലിംഗ് എന്നുള്ള ആ വേർഡിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പൊ അത് ആ വേർഡിലുള്ള ഓരോ ആൽഫബറ്റിൽ തന്നെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അതെന്ത്, ഒന്ന് കൺസോൾ, ഒന്ന് സമാധാനിപ്പിക്കുക, ഒന്ന് സാന്ത്വനം കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു റിലീഫ്, എല്ലാം ആ ഒരു വേർഡിൽ തന്നെ റിലീഫ്, സപ്പോർട്ട്, ആ കമ്മ്യൂണിക്കേഷൻ, എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ തെറ്റായ രീതിയിലേക്ക് പോകുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മൾ കുടുംബത്തിൽ ഫേസ് ചെയ്യുന്നത്. അപ്പം ഒരു വീട്ടിൽ ഒരു കൗൺസിലർ ആരായിരിക്കണം? ആ വീട്ടിലെ ഒരു ഭാര്യക്കും ഒരു മക്കൾക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ കൗൺസിലർ ആ ഭർത്താവായിരിക്കണം. ഒരു ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരായിരിക്കണം അവിടെ കൗൺസിലർ? ആ ഭാര്യയും മക്കളും ആയിരിക്കണം. അവിടെ പ്രായപരിധി ഒന്നുമില്ല. ഇനിയിപ്പം ഉമ്മയും ഒരേ സമയം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് കൗൺസിലർ മക്കൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇരുന്ന് പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പലതും എന്തായാലും തീർച്ചയായും അതിൽ യാതൊരു സംശയവും ഇല്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൂടി കൊണ്ട് ഉറച്ചു പറയുകയാണ്. തീർച്ചയായും വീട്ടിൽ തന്നെ അതിനൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം നേരത്തെ